നടൻ ശ്രീ മഹേഷ് നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ മഹേഷ്, ഈ നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നാണ് ഈ വിധി പ്രഖ്യാപനത്തിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ദിലീപ് ഈ മുഖ്യപ്രതിക്ക് 1.5 കോടിയുടെ കൊട്ടേഷൻ നൽകി എന്നത് തെളിയിക്കാൻ രേഖകളില്ല. ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും എല്ലാ തരത്തിലുള്ള അട്ടിമറി നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സുപ്രധാനമായ നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തിനുണ്ട്. എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? നമുക്ക് സുരേഷ്, ഇതിന്റെ ആദ്യം തൊട്ട് വെരി ഫസ്റ്റ് ഓൺവേഴ്സ് ഞാൻ എപ്പോഴാണ് അല്ലെങ്കിൽ എന്നാണ് ഈ ദിലീപിന്റെ കേസുമായിട്ട് പ്രതികരണമായിട്ട് വന്നു തുടങ്ങിയത്, അന്ന് തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. കാരണം ഞാൻ അന്ന് തൊട്ടേ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള യാതൊരു ഇൻവോൾവ്മെന്റും ദിലീപിനില്ല. ദിലീപ് ഇത് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, കാശ് കൊടുത്തിട്ടില്ല, ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. അത് അന്നേ പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, അതിനുശേഷം അനന്തരമായിട്ട് വന്നിട്ടുള്ള വേറെ ഓരോരോ ഈ പോലീസിന്റെ നീക്കങ്ങൾ, അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തൊട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ അതിനുശേഷം നിങ്ങൾ അറിയാം, ഇത് വളരെ പിന്നെ പുറത്തു പോകാതെ ഇത് വളരെ ഇതായിട്ട് കുറ്റപത്രം നൽകേണ്ടതാണ്. ആ കുറ്റപത്രം പോലും കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൊടുക്കുന്ന വൈകുന്നേരത്തിന് മുമ്പ് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ആ വാർത്തകൾ വന്നു. അപ്പം ഇത് ഒരാളെ അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് പെടുത്താൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ 2ാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. സുപ്രീം കോടതി പോയി അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിനു ശേഷം അദ്ദേഹം വന്ന് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്നും ഇതിന്റെ പിന്നിൽ എന്താണെന്നും. അത് വിശ്വസനീയമായിട്ട് എടുക്കണ്ട, അത് മാർട്ടിന്റെ അല്ലെങ്കിൽ ഒരു 2ാം പ്രതിയുടെ ഒരു വിലാപമായിട്ട് എടുത്താൽ മതി. പക്ഷെ അതിനകത്തും അയാൾ പറയുന്നത് ദിലീപ് ഇന്നസെന്റ് ആണ്, ഇതിനകത്ത് ദിലീപിനെ പെടുത്തിയതാണ്, ഇതിന്റെ മാസ്റ്റർ മൈൻഡ് വേറെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് സംഘത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു ആസൂത്രിത നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ഈ ദിലീപ് എന്നുള്ള ആ ഒരു പോയിന്റിലോട്ട് ഇവര് പോകുന്നതിന് പകരം ആദ്യമേ ഇവര് ഈ കേസ് ഇതിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കണമായിരുന്നു. അവരെ ഈ കേസിൽ ഉൾപ്പെടുത്തണമായിരുന്നു. അവർക്കെതിരെ വിചാരണ നടത്തണമായിരുന്നു. അവർക്കെതിരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും കിട്ടുമായിരുന്നു. അത് ചെയ്തില്ല. ദിശാബോധം മാറിപ്പോയ ഒരു അന്വേഷണമായി പോയതെന്നാണ് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ മഹേഷ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.